ചെങ്ങന്നൂർ പാണ്ടനാട് നിരവധി വീടുകളിൽ വെള്ളം കയറി. കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കൂടുതൽ പ്രദേശത്ത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. വിവരങ്ങളുമായി രാജീവ് ചേരുകയാണ്. രാജീവ്, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയിലാണ്. കിഴക്കൻ വെള്ളത്തിന്റെ ഒഴുക്ക് അത് എത്രത്തോളം ആശങ്ക സൃഷ്ടിക്കുകയാണ്? സുരേഷ്, വളരെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ് ഈ ചെങ്ങന്നൂർ പാണ്ടനാട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓരോ മണിക്കൂറിലും വെള്ളത്തിൻ്റെ അളവ് ക്രമാതീതമായി ഉയരുന്നു. അതായത് പമ്പയാറ്റിൽ ജലനിരപ്പ് ഉയരുന്നതനുസരിച്ച് ഈ പാണ്ടനാട് മേഖലകളിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു റോഡിലാണ്. അതായത് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ ഒരു റോഡിലാണ് ഞാൻ നിൽക്കുന്നത്. ആ റോഡാണ് ഒരു പുഴ പോലെ ഇങ്ങനെ കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇവിടെ നിൽക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. അത്രത്തോളം വലിയ ഒഴുക്കാണ് ഇവിടെ ഉള്ളത്. പാണ്ടനാട് മേഖല, അതായത് ചെങ്ങന്നൂരിന് തൊട്ടടുത്ത്, ചെങ്ങന്നൂർ ടൗണിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ മാറിയാണ് ഈ പാണ്ടനാട് മേഖല സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഈ കുത്തൊഴുക്ക് ഉള്ളത്. റോഡ് നിറഞ്ഞ് കവിഞ്ഞ് വെള്ളമൊഴുകുന്ന ഒരു സാഹചര്യം. അതും ഓരോ മണിക്കൂറിലും ഈ ജലനിരപ്പ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസം മുമ്പാണ് ഇവിടെ അതിതീവ്ര മഴ പെയ്തതെങ്കിൽ ഇപ്പോഴും അതിൻ്റെ ദുരിതം തീരുന്നില്ല. ഇപ്പോഴും ഓരോ മണിക്കൂറിലും ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെ 8 മണിയോടെ മൂഴിയാർ ഡാം തുറന്നിരുന്നു. അതിനുശേഷമാണ് വെള്ളത്തിൻ്റെ അളവ് കൂടിയത്. ഒരുപക്ഷെ ഉറക്കം പോലും ഒഴിഞ്ഞ ഇവിടെ നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ. കാരണം ഈ വീടുകളിലേക്ക് വെള്ളം കുത്തിയൊഴുകി കയറുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. 2018 സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് ഈ പാണ്ടനാട് മേഖല എത്തുകയാണ്. 2018 പ്രളയത്തിലും ഈ പ്രദേശം മുഴുവൻ വെള്ളത്തിനടിയിലായിരുന്നു. അതേ സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ഒരുപക്ഷെ വീടുകളിലേക്കുള്ള ഈ റോഡുകളിലെല്ലാം പുഴയായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം, കുത്തൊഴുക്ക് രൂപപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മഴ ഇപ്പോൾ മാറി നിൽക്കുന്നത് ആശ്വാസം നൽകുന്നുണ്ടെങ്കിൽ കൂടിയും കഴിഞ്ഞ ദിവസം രാത്രി മുഴുവൻ മഴ പെയ്തിരുന്നു. മാത്രമല്ല പത്തനംതിട്ടയിലെ മലയോര മേഖലകളിൽ കനത്ത മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അത് കാരണം ഓരോ മണിക്കൂറിലും വീണ്ടും ജലനിരപ്പ് ഉയരുന്നൊരു സാഹചര്യമുണ്ട്. പമ്പയാറ്റിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ്. വീടുകളിലേക്ക് ഇവിടെ വെള്ളം കയറുന്നു. ഒരുപക്ഷെ ചെങ്ങന്നൂരിലെയും പാണ്ടനാടിലെയും സ്ഥിതി മാത്രമല്ല, മറ്റ് ഈ പത്തനംതിട്ടയിലെയും അതുപോലെ തന്നെ ആലപ്പുഴയിലെ താഴ്ന്ന പ്രദേശങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെയെല്ലാം ഈ വെള്ളക്കെട്ടായി മാറിയിരിക്കുന്ന ഒരു രാജീവ്, ഈ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വെള്ളം കെട്ടിങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ? നേരത്തെ കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു മുന്നറിയിപ്പ് പ്രകാരം ഇനി വരുന്ന 4 ദിവസം കൂടി അതിശക്തമായ മഴയ്ക്കുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള എത്രത്തോളം രക്ഷാപ്രവർത്തനങ്ങൾ, മാറ്റിപ്പാർപ്പിക്കൽ അടക്കം പുരോഗമിക്കുകയാണ്? സുരേഷ്, ഏതായാലും കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ആളുകളെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ആളുകൾ ഇവിടെ ഒറ്റപ്പെട്ടു പോയൊരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഈ സേവാഭാരതി ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇവിടെ നിന്ന് ബോട്ട് എത്തിച്ച്, അതായത് കൊല്ലത്തുനിന്ന് ബോട്ട് ഇവിടേക്ക് എത്തിച്ച് ഒറ്റപ്പെട്ടു പോയ ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. ഇന്നും അതേ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ നിമിഷവും ജലനിരപ്പ് ഉയരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആളുകൾ ഒറ്റപ്പെട്ടു പോയ ഒരു സാഹചര്യം ഇപ്പോഴുമുണ്ട്. വീടുകളിൽ കുടുങ്ങിയ ഒരു സാഹചര്യമുണ്ട്. നമുക്ക് ഏതായാലും പ്രദേശവാസികളോട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയാം. എത്രത്തോളം വലിയ ദുരിതമാണ് ഈ മേഖല അനുഭവിക്കുന്നത്? ഭയങ്കര ദുരിതമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2018 പ്രളയത്തിലാണെങ്കിൽ നമ്മുടെ വീട് പൂർണ്ണമായും തകർന്നു പോയതാണ്. അന്നേരം നമ്മൾ ഒരു വർഷക്കാലമോളം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നു. അന്നേരം നമുക്ക് വീട് വെക്കാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും പ്രശ്നങ്ങളാണ്. അന്നേരം സേവാഭാരതി പ്രവർത്തകർ നല്ല രീതിയിൽ ഇവിടെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒറ്റപ്പെട്ട വീടുകളിൽ നിന്ന് ആൾക്കാരെ വെളിയിൽ കൊണ്ടുപോവുകയും വയ്യ കിടക്കുന്ന, എൻ്റെ വീട് തൊട്ടപ്പുറത്ത് പ്രായമായ ഒരു അമ്മയും അച്ഛനെയൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് നമ്മൾ ഫുഡ് കയറെ കെട്ടിക്കൊടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ എല്ലാ വർഷവും നമുക്ക് ഇങ്ങനെ തന്നെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ജീവിക്കണം, എങ്ങനെ നിൽക്കണം എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇപ്പോൾ രണ്ട് ദിവസം 2 രാത്രിയായിട്ട് ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. നമ്മൾ കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്, ഇവിടെ ഉണ്ട്, പിന്നെ നമ്മുടെ സേവാഭാരതി പ്രവർത്തകരുണ്ട്, കുട്ടികൾ, ഇവരെല്ലാം കൂടെ വന്നിട്ടാണ് നമ്മൾ രാത്രിയെ ഉറക്കളച്ചിട്ടാണ് നിൽക്കുന്നത്. നിന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ്. എപ്പോൾ തീരും, എങ്ങനെ തീരും എന്നൊന്നും അറിയില്ല. ഇപ്പോൾ ഇത്രത്തോളമായി, ഇനി എപ്പോൾ വെള്ളം കയറും എന്നുള്ള നിൽക്കുകയാണ്. ഇപ്പോൾ നമുക്കാണെങ്കിൽ ഒന്നും പറ്റുന്ന സാഹചര്യങ്ങളല്ല. അപ്പം കഴിഞ്ഞ വർഷമാണെങ്കിൽ വീട് പൂർണ്ണമായി നശിച്ചു പോയതാണ്. ഇപ്പോൾ വെള്ളം ഇത്രത്തോളമായി, ഇപ്പോൾ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയെന്നാണ് അറിവ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് പൂർണ്ണമായിട്ടൊന്നും അറിയാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ ഇടയ്ക്ക് കറണ്ട് വരിക, പിന്നെ നെറ്റിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെ ഉപയോഗിക്കാനൊന്നും പറ്റുന്നില്ല. ഈ 2018 പ്രളയത്തിൽ വീട് പൂർണ്ണമായും നശിച്ചു എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ സർക്കാർ സഹായം കൊണ്ടൊക്കെയാണോ വീട് നിർമ്മിച്ചത്? സർക്കാരിൻ്റെ സഹായം എനിക്കന്ന് കിട്ടിയിരുന്നു, കുറച്ച് സഹായം കിട്ടിയിരുന്നു. അന്നേരം നമ്മുടെ 10ാം വാർഡ് മെമ്പർ അനിത ചേച്ചി ഉണ്ടായിരുന്നു. അത് BJPയുടെ ഒരു മെമ്പറാണ്. ആ ചേച്ചി പരിപൂർണ്ണ നല്ല രീതിയിൽ പ്രവർത്തിച്ചായിരുന്നു എനിക്ക് വേണ്ടിയിട്ട്. എനിക്ക് വേണ്ടിയിട്ടില്ല, ഈ നാട്ടിലുള്ള 10ാം വാർഡിൽ എല്ലാവർക്കും വേണ്ടിയിട്ട്. 10ാം വാർഡല്ല, അങ്ങനെ അന്നേരം വാർഡൊന്നും നോക്കിയിട്ടില്ല. എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ട് തന്നെയാണ്, നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചേച്ചി ചെയ്തായിരുന്നു. പിന്നെ അതുകൂടാതെ അന്ന് വെള്ളം എന്ന് പറഞ്ഞ് വെള്ളം കയറി നമുക്കിവിടെ ആരുമില്ല. എൻ്റെ വീടിൻ്റെ മണ്ടയ്ക്കൂടാണ് ബോട്ട് പോയിക്കൊണ്ടിരുന്നത്.
വെള്ളം ഒഴുക്കി നമ്മളിങ്ങനെ വരാൻ പറ്റില്ല, അത് ഓണക്കത്ത് ഒഴുക്കായിരുന്നു. അതേ രീതിയിൽ സാഹചര്യമാണ് ഇപ്പോൾ പിന്നെ വീണ്ടും കണ്ടത്. ഇപ്പോൾ പേടിയാണ്. ഇപ്പോൾ ഓരോരുത്തരാണെങ്കിൽ വീട് മേളിൽ റൂഫ് അടിക്കുവാണ്, അത് ചെയ്യുവാണ്. ഇപ്പോൾ എല്ലാവർക്കും ആ സാഹചര്യം പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ റൂഫ് അടിച്ചിട്ട് ഇങ്ങനെ മാറി താമസിക്കണം. അല്ല ഇപ്പോൾ ഇവിടെ ഒരുമാതിരിപ്പെട്ട അപ്പുറത്ത് വീട്ടിലും ഇവിടെയൊക്കെ ആൾക്കാർ ഒഴിഞ്ഞ് മാറിയിരിക്കും. അതെൻ്റെ അനിയൻ്റെ വീടാണ്. ഇപ്പോൾ അവിടുന്ന് പ്രായ ഒരു അമ്മയുണ്ടായിരുന്നു. അമ്മയും അങ്ങോട്ട് സേവാഭാരതിയുടെ ഒരു ഇവിടെ ക്യാമ്പല്ല, ഒരു ബാലാശ്രമമുണ്ട്. അമ്മ അവിടെ സുരക്ഷിതമായിട്ടിരിപ്പുണ്ട്. പിന്നെ അവർ അനിയനൊക്കെ അവരൊക്കെ ഇവിടെ നിന്നെല്ലാം മാറിയിരിക്കുവാണ്. ഇപ്പോൾ നമുക്കങ്ങനെ മാറാൻ പറ്റുന്നില്ല. കാരണം വീട്ടിൽ സാധനം കിടക്കുവാണ്. നമ്മളിത് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇത് എവിടെ കയറ്റി വെക്കണമെന്നോ ഒന്നും നമുക്കറിയത്തില്ല. അങ്ങനെ ബുദ്ധിമുട്ടാണ്, നല്ല ബുദ്ധിമുട്ടാണ്. ഇതെല്ലാ വർഷവും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സുരേഷ്, ഒരുപക്ഷെ ഈ പറഞ്ഞ് അറിയിക്കാൻ കഴിയുന്നതിനപ്പുറത്തൊരു ദുരിതമാണ് ഈ മേഖല അനുഭവിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഓരോ വർഷവും പ്രളയമുണ്ടാകുന്നു. ആ പ്രളയജലം ഇങ്ങനെ ഒഴുകിയെത്തുമ്പോൾ കൺമുന്നിൽ തങ്ങളുടെ എല്ലാം നശിക്കുന്നത് നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, ആ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. മാത്രമല്ല ഈ പ്രളയജലം എന്ന് ഇത് അവസാനിക്കും, ഈ ദുരിതം അവസാനിക്കും എന്ന് പോലും അവർക്ക് പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഇപ്പോൾ നേരത്തെ സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി വരുന്ന 4 ദിവസം കൂടി അതിശക്തമായ മഴ തുടരും എന്ന് കാലാവസ്ഥാ നിരീക്ഷക കേന്ദ്രം പറയുന്നു. ആ രീതിയിൽ തന്നെയാണ് ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ കൂടി, അതായത് ഈ മേഖലയിൽ മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ കൂടിയും പത്തനംതിട്ടയിലെ മലയോര മേഖലകളുടെ സാഹചര്യം അതല്ല. ഇപ്പോഴും കനത്ത മഴ തുടരുകയാണ്. ഈ കനത്ത മഴ ഇപ്പോഴും തുടരുന്നൊരു സാഹചര്യത്തിൽ പമ്പയാറ്റിൽ ഇനിയും ജലനിരപ്പ് ഉയരും. ഇവിടേക്ക് കൂടുതൽ വെള്ളം എത്താനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഇവിടേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്ന രീതിയിലല്ല വെള്ളത്തിന്റെ അളവ് ഇപ്പോഴുള്ളത്. അത് വീണ്ടും ഉയരുന്ന ഒരു സാഹചര്യമാണ്, കുത്തൊഴുക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം. രാജീവ്, ഓരോ നിമിഷവും ഈ വെള്ളത്തിന്റെ അളവ് ഉയരുന്ന സാഹചര്യം, പ്രത്യേകിച്ച് ഈ മലവെള്ളപ്പാച്ചിലിൽ സ്വാഭാവികമായും ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടും, വെള്ളം ക്രമാതീതമായി ഉയർന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ്. പക്ഷേ ഈ മഴ മുന്നൊരുക്കങ്ങളിൽ വലിയ പാളിച്ചകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കുന്നതിലടക്കം ഒരു അലംഭാവം സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും തുടരുന്നത് തന്നെയാണോ ഈ ചെങ്ങന്നൂർ, പാണ്ടനാട് പോലുള്ള പ്രദേശങ്ങളിൽ നിന്നും കാണാൻ സാധിക്കുന്നത്? ഈ സേവാഭാരതി അടക്കമുള്ള സന്നദ്ധ സംഘടനകളുടെ ഇടപെടൽ തന്നെയാണോ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ആശ്വാസകരമാകുന്നത്? തീർച്ചയായും സുരേഷ്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം നമ്മളിവിടെ എത്തിയപ്പോൾ രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്ത് ആളുകൾ പറഞ്ഞൊരു സംഭവം എന്ന് പറയുന്നത്, കഴിഞ്ഞ 2 ദിവസമായി സേവാഭാരതിയുടെ സന്നദ്ധ പ്രവർത്തകർ ഇവിടെ ഉണ്ടായിരുന്നു. ഭക്ഷണം എത്തിക്കാനായാലും ഈ ഒറ്റപ്പെട്ടു പോയ ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിക്കാനായാലും മരുന്നുകൾ എത്തിക്കാനായാലും എല്ലാം ഇവിടെ സേവാഭാരതിയുടെ സന്നദ്ധ പ്രവർത്തകർ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഓരോ പ്രദേശവാസികളും നമ്മളോട് പറയുന്നത്. രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്തേക്ക് അത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഏതായാലും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരം കാര്യങ്ങൾ നേരിടുന്നതിൽ പരാജയം ഉണ്ടായി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം 2018 തൊട്ടിങ്ങോട്ട് 2019 ഈ പ്രളയ സമാനമായ സാഹചര്യം ഇവിടെ നേരിട്ടതാണ്. എന്നാൽ അതനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ വലിയ പരാജയം സംഭവിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് പാണ്ടനാട്ടെ മാത്രം അവസ്ഥയല്ല, പാണ്ടനാടുള്ള മാത്രം ഒരു സാഹചര്യമായി നമുക്ക് ഇതിനെ ഒരു കാരണവശാലും കാണാൻ കഴിയില്ല. കാരണം നമ്മൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ പല മേഖലകളിലും സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഒരുപക്ഷെ നമ്മളുടെ സഹപ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ വീടും ഈ പരിസരത്ത് തന്നെയാണ്. ഗൗതം കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട്. ഗൗതം, ഏതായാലും ഈ ഒരു മേഖല ഗൗതം അടുത്തറിയുന്ന മേഖലയാണ്. പമ്പയാറ്റിൽ ജലനിരപ്പ് വീണ്ടും ഉയരുകയാണ്. ഇനി മഴ ശക്തമാകുന്ന മുന്നറിയിപ്പുകളാണ് പുറത്തേക്ക് വരുന്നത്. എത്രത്തോളം ആശങ്കാജനകമാണ് ഇവിടുത്തെ ഒരു സാഹചര്യം? രാജീവ്, തീർച്ചയായിട്ടും ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഞാൻ മണിമലയാറിൻ്റെ തീരത്തു നിന്നാണ് ഇപ്പോൾ പമ്പയുടെ തീരത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ 2 നദികളിലെയും സാഹചര്യം സങ്കീർണമായി തുടരുകയാണ്. പമ്പയിൽ നേരത്തെ രാജീവ് സൂചിപ്പിച്ചതുപോലെ സാഹചര്യം രൂക്ഷമാകുന്നു. അതുകൊണ്ടാണ് ഈ പാണ്ടനാട് ഉൾപ്പെടെയുള്ള പമ്പയുടെ തീരങ്ങളിലുള്ള സ്ഥലങ്ങളിലേക്ക് ഈ വെള്ളം ഈ രീതിയിൽ വരുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നോക്കൂ, പുഞ്ചപ്പാടങ്ങൾ ഈ വീടിൻ്റെ എല്ലാം തീരങ്ങളിലുണ്ട്. അപ്പോൾ ഇത്തരം പുഞ്ചപ്പാടങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇതൊരു മഹാപ്രളയമായി മാറാത്തത്. പലപ്പോഴും ഈ നെൽപ്പാടങ്ങൾ മണ്ണിട്ട് നികത്തുകയും ഒക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വലിയ തോതിൽ ദോഷം ചെയ്യുന്ന സാഹചര്യം നമുക്ക് ഉണ്ടാകാറുണ്ട്. പരിസ്ഥിതി പ്രവർത്തകരൊക്കെ എപ്പോഴും പറയാറുണ്ട് ഈ രീതിയിൽ മണ്ണിട്ടൊന്നും പുഞ്ചപ്പാടങ്ങൾ ഇല്ലാതാക്കരുത്. അപ്പോൾ ഈ പാടത്ത് ഇത്തരത്തിൽ വെള്ളം നിൽക്കുന്നത് കൊണ്ട് ഇതൊരു മഹാപ്രളയമായി മാറുന്നില്ല എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നേരത്തെ രാജീവ് സൂചിപ്പിച്ചതുപോലെ ഇത് പമ്പയുടെ തീരത്തെ മാത്രം സാഹചര്യമല്ല, മണിമലയാറിൻ്റെ തീരത്തും സമാനമായ സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം മണിമലയാറ്റിൽ നിന്നും നേരെ വെള്ളം ഇറങ്ങി പുറത്തേക്ക് പോകുകയും ഇന്നലെ കോട്ടാങ്ങൽ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ അല്ലെങ്കിൽ റാന്നി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ക്ലീനിങ് പ്രവർത്തനങ്ങൾ, അതായത് വീടുകളിലും അതോടൊപ്പം തന്നെ മാർക്കറ്റുകളിലുമൊക്കെ വ്യാപകമായി കയറിയ വെള്ളം അത് തിരിച്ചിറങ്ങിയതിനെ തുടർന്ന് ക്ലീനിങ് പ്രവർത്തനങ്ങൾ കോട്ടാങ്ങൽ പഞ്ചായത്തിലൊക്കെ നടന്നിരുന്നു. സേവാഭാരതി പോലെയുള്ള സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിലാണ് നടന്നത്. അത്തരം പ്രവർത്തനങ്ങൾ നടന്നതിന് ശേഷം ഇന്നലെ രാത്രിയിൽ അതിശക്തമായ രീതിയിലുള്ള മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നലെ രാത്രി പത്തനംതിട്ട, അതോടൊപ്പം തന്നെ കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ വ്യാപകമായി മഴ പെയ്യുകയും ഇന്ന് പുലർച്ചെ വരെ ആ മഴ പെയ്തുകൊണ്ടിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ മണിമലയാറ്റിലും
വെള്ളം സമാനമായ രീതിയിൽ തന്നെ ഉയർന്നു വന്നു. അതോടുകൂടി മണിമലയാറിൻ്റെ തീരത്തുള്ള പ്രദേശങ്ങളിൽ പത്തനംതിട്ട ജില്ലയുടെ പ്രത്യേകിച്ച് റാന്നി ഉൾപ്പെടുന്ന ബെൽറ്റിൽ വ്യാപകമായ രൂക്ഷമായ പ്രളയം അവിടെ സംഭവിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് പാണ്ടനാട് മേഖലയിലാണ്. ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും എത്രത്തോളം രൂക്ഷമാണ് ഇവിടുത്തെ സാഹചര്യമെന്ന്. തീർച്ചയായും ഗൗതം, ആ രീതിയിൽ തന്നെയാണ് സാഹചര്യങ്ങൾ ഉള്ളത്. ഒരുപക്ഷെ പ്രദേശവാസികളെ എത്രയും വേഗം മാറ്റുക, അതായത് ഒറ്റപ്പെട്ടു പോയ സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ വീണ്ടും മാറ്റാനുള്ള ശ്രമങ്ങൾ ാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെള്ളത്തിന്റെ അളവ് കൂടി വരുന്നുണ്ട്. ഇനിയും വെള്ളത്തിന്റെ അളവ് കൂടുകയാണെങ്കിൽ അത് ദുഷ്കരമാകും, രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ ദുഷ്കരമാകുന്ന സാഹചര്യത്തിലേക്ക് എത്തും. മാത്രമല്ല മഴ ഇപ്പോൾ മാറി നിൽക്കുന്നെങ്കിൽ കൂടിയും ഏത് നിമിഷവും വലിയൊരു മഴ പെയ്യാനുള്ള സാധ്യതയും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിക്കുന്നതനുസരിച്ചാണെങ്കിൽ വരുന്ന 4 ദിവസം കൂടി അതിശക്തമായ മഴ തുടരും എന്നാണ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഈ പറയുന്ന പമ്പയാറ്റിലേക്ക് ഉൾപ്പെടെ കൂടുതൽ എത്താനുള്ള സാധ്യതയുണ്ട്. മൂഴിയാർ ഡാം തുറന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ മൂഴിയാർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ പമ്പയാറ്റിലേക്ക് കൂടുതൽ വെള്ളം ഇരച്ചെത്താനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കും. ഓരോ മണിക്കൂറിലും നമുക്ക് പറയാൻ കഴിയുന്നത് ജലനിരപ്പ് കൂടി വരുന്നു. കൂടുതൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു അവസ്ഥയാണ് ഈ പാണ്ടനാട് മേഖലകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. കുത്തൊഴുക്ക് ഈ റോഡുകളിൽ ഉൾപ്പെടെ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം, ഗതാഗതക്കുരുക്ക് ഉൾപ്പെടെ ചെങ്ങന്നൂരിലും തിരുവല്ലയിലും അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം, ആ രീതിയിലേക്ക് ജനജീവിതം പൂർണ്ണമായും ദുഷ്കരമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇന്നിവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും മണിക്കൂറുകളിലെ സാഹചര്യം നോക്കിയതിനു ശേഷം കൂടുതൽ പ്രവർത്തനങ്ങൾ ഉണ്ടാകും എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നതെങ്കിൽ കൂടിയും ഏതായാലും ഈ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സുരേഷ്, ചെങ്ങന്നൂർ പാണ്ടനാട് നിരവധി വീടുകളിൽ വെള്ളം കയറിയിരിക്കുകയാണ്. കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കൂടുന്ന പ്രദേശത്തെ ആശങ്കയും വർദ്ധിപ്പിക്കുകയാണ്. രാജീവാണ് വിവരങ്ങൾ നൽകിയത്.